മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം 2 17 മുതലുള്ള തിരുവചനങ്ങൾ. ജോയൽ പ്രവാചകനിലൂടെ ദൈവം അരുൾ ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ ശ്രവിക്കാൻ പോകുന്നത്. ദൈവം അരുൾ ചെയ്യുന്നു, അവസാന നാളുകളിൽ സകല ജനപദങ്ങളുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. എൻ്റെ പുത്രന്മാർ പ്രവചിക്കും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. എൻ്റെ ദാസിദാസന്മാരുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കുകയും അവർ പ്രവചിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, അവസാന നാളുകളിൽ എന്ന് പറയുമ്പോൾ അവസാന നാളുകൾ അടുത്ത് തുടങ്ങുന്നതിൻ്റെ ഒരടയാളമാണ് സകല ജനപദങ്ങളുടെ മേൽ ആത്മാവിനെ വർഷിക്കും. അപ്പം പരിശുദ്ധാത്മാവ് കത്തി ജ്വലിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവ് കുടുംബത്തെ ആവസിച്ച്, വ്യക്തികളിൽ ആവസിച്ച്, ദേശത്ത് ആവസിച്ച്, സകല ജനങ്ങളിലും ആവസിച്ച് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ പറഞ്ഞതെല്ലാം സംഭവിച്ച് കഴിയുമ്പോഴാണ് അവസാന നാളുകളാകുക. ഇത് യാതൊന്നും ആയിട്ടില്ല. ഭൂകമ്പങ്ങളും പീഡനങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും സകല ജനപദങ്ങളുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. പുത്രന്മാർ പ്രവചിക്കും. ദാസിദാസന്മാരുടെ മേൽ ആത്മാവിനെ വർഷിക്കുകയും അവരും പ്രവചിക്കും. വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം 2 17 മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും ശക്തി പ്രാപിക്കും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:8. ഈ വചനങ്ങൾ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചുള്ള ഒരു ജീവിതമാകട്ടെ നമ്മുടെ ജീവിതം. ആമേൻ.